നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് മൈദ അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലവർ ഒരു 220 ഗ്രാം, ഷുഗർ 160 ഗ്രാം, ബേക്കിംഗ് സോഡ ഒരു 5 ഗ്രാം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും വേണം കേട്ടോ 5 ഗ്രാം. രണ്ടും കൂടെ കൂട്ടി ഒരു 10 ഗ്രാം ആക്കിയിട്ട് നമുക്ക് ഈ മൈദയിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ സോൾട്ട് ഒരു 3 ഗ്രാം അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ടും ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്തോട്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഷുഗറും കൂടി ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ 2 ബൗൾ വേണം കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഒന്ന് ഡ്രൈ മിക്സ് ഉണ്ടാക്കാനും ഒന്ന് വെറ്റ് മിക്സ് ഉണ്ടാക്കാനും വേണ്ടി. അപ്പോൾ വെറ്റ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് മിൽക്കാണ്. ഒരു 90 ml മിൽക്ക്, അൺസോൾട്ടഡ് ബട്ടർ ഒരു 125 ml, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും മതി. 125 ml വേണം. ഒരു പഴുത്ത ബനാന ഒരു 2 തൊട്ട് 3 ബനാന വരെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ബനാനയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ബനാന വേണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് നമുക്ക് എങ്ങനെ വേണേലും മാഷ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കാം. എന്നിട്ട് 2 എഗ്ഗ് നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. വാനില എസൻസ് ഒരു 5 ml വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ വാനില എസൻസൊക്കെ ഒരുപാട് ആഡ് ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യുന്നു. ലാസ്റ്റിൽ മിൽക്കും അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഡ്രൈ മിക്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ച് വേണേലും ചെയ്യാം കേട്ടോ. അപ്പം ഗൗരി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ വെറ്റ് മിക്സിനകത്തോട്ട് നമ്മൾ ഈ മാവിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ഏകദേശം ഈ പരുവത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസാകാൻ പാടില്ല, അകം വേകുകയില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മാവെടുത്ത് നമ്മുടെ ഓവനകത്തും കുറച്ചെടുത്ത് എയർ ഫ്രയറിലുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 2 എണ്ണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന പോലെ ഒന്ന് ടാപ്പ് ചെയ്യുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. 180 ഡിഗ്രി 45 to 50 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനകത്താണ് നമ്മളിത് വയ്ക്കുന്നത്. എയർ ഫ്രയറിൽ നമ്മുടെ ഓൾറെഡി പ്രീ സെറ്റഡ് പ്രോഗ്രാം ഉണ്ടല്ലോ. 15 മിനിറ്റ് 160 ഡിഗ്രിയിലാണ് എയർ ഫ്രയറിൽ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്തു, 15 മിനിറ്റ് കൊണ്ട് ആവുകയും ചെയ്തു. മറ്റേ ഓവനകത്ത് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റാണ്. നമ്മളൊന്ന് ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക, അകം വെന്തോന്ന് അറിയാൻ വേണ്ടിയാണത്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബനാന കേക്കാണത്. ബേക്കിങ്ങിനോട് എനിക്കൊരു താല്പര്യം തോന്നിയപ്പം തന്നെ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ ഈ മെഷറിംഗ് സ്കെയിൽ മേടിച്ചു എന്നുള്ളതാണ്. കപ്പിനകത്തൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ഡിഫറൻസ് ഒക്കെ വരും. പക്ഷേ ഈ വെയിങ് സ്കെയിൽ വെച്ച് നമ്മൾ അളന്നെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് മിസ്റ്റേക്ക് പറ്റാറില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബനാന ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അധികം ഷുഗർ ഇടണ്ട കേട്ടോ, ഒരു 160 ഗ്രാമൊക്കെ ഷുഗർ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ.